അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് ഇങ്ങനെ സുഖമായിട്ട് പോകുന്നുണ്ട്. ജിമ്മിൽ നിന്ന് വന്ന വരവിലാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു ചായ വെച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ രാവിലെ ഭയങ്കര ടൈറ്റ് ഷെഡ്യൂൾ എന്നൊക്കെ പറയാമല്ലോ. അപ്പോൾ വന്ന പാടത്തിന് വേഗം ചായ വെച്ചു. അപ്പോൾ ഞാനിങ്ങനെ ചായ വെച്ച് അതിൻ്റെ മധുരമൊക്കെ ഒന്ന് നോക്കിയിട്ടിരിക്കുകയാണ്. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. എന്താണ് വിശേഷം എന്നുള്ളതൊക്കെ പറയുക. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് ഇങ്ങനെ സമാധാനത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ നനച്ചുള്ളി പണികളും കാര്യങ്ങളൊക്കെ എന്തായെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇന്നലത്തെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ആ ഒരു റിപ്ലൈയും കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതാ ചായ റെഡി ആയിട്ടുണ്ട്. ഇനി റിഹാൻ്റെ ചായ ജസ്റ്റ് ഒന്ന് ആറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചായ എല്ലാം കുടിച്ച് മുറ്റം കൂടി ഒന്ന് അടിച്ചു വാരിയിട്ട് ഞാൻ ഡ്രസ്സ് മാറുന്നുള്ളൂ. കാരണം എന്താണെന്നറിയോ, മുറ്റം അടിച്ചു വാര കുറേ കഴിഞ്ഞിട്ട് പോകുമ്പോഴത്തേക്കും കുറേ ആൾക്കാർ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ടാവും. അതായത് നമ്മൾ വീഡിയോ എടുക്കണതൊക്കെ നോക്കുമായിരിക്കും, ഇവരിങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടാവും കേട്ടോ. അപ്പം ഞാൻ ഇക്കാനോട് പറയാം, എനിക്ക് ഫ്രണ്ടിലൊക്കെ വലിയ മതിൽ വെച്ച് തരണം വീട് കെട്ടണ സമയത്ത്. അപ്പം ആൾക്കാർ കാണൂലല്ലോ ഞാൻ വീഡിയോ എടുക്കണത് എന്ന് പറയട്ടോ. അത് മറ്റേ നമുക്ക് പ്രൈവസിൻ്റെ ഒരു പ്രശ്നം നല്ല പോലെ ഉണ്ട്. അപ്പോൾ വേഗം ഇതാ അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സിറ്റ് ഔട്ടിൽ ഇതാ ചവിട്ടിയൊക്കെ ഒന്ന് വിരിച്ചെടുക്കുകയാണ് കേട്ടോ. ഇനി എന്താ പറയാൻ, ഞാൻ ലഞ്ച് ബോക്സ് റെസിപ്പി ഇന്നിപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല. ലഞ്ചും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ അതിലുള്ളത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഡ്രസ്സ് അന്ന് കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടൈപ്പ് ഡ്രസ്സിൻ്റെ കളർ ചേഞ്ച് ഇനിയിപ്പോൾ 2 കൂടെ ഉള്ളൂ, ബാക്കിയെല്ലാം വിറ്റഴിഞ്ഞ് പോയിട്ടുണ്ട്. അത് വേണം എന്നുള്ളവർ നമുക്ക് കമൻറ്റ് ബോക്സിൽ. അപ്പോൾ താഴെയുള്ള ചവിട്ടിയൊക്കെ ഇതാ ഉമ്മയെന്ന് വിരിച്ചിട്ടിട്ടുണ്ട്. ഞാൻ ഇവിടേക്ക് വേഗം അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എങ്ങനെ അവിടെ വന്നു എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ മാറാലൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് തട്ടിയിട്ടു എന്ന് മാത്രം കേട്ടോ. പിന്നെ ഈ ചെരുപ്പൊക്കെ ഒന്ന് ഉള്ളിലോട്ടാക്കി ഞാൻ വേഗം ഒന്ന് അടിച്ചു വാരിയെടുത്തു. ഇനിയിപ്പോൾ എന്തായാലും ക്ലീനിങ് ഒരാഴ്ചയോളം ഉണ്ടാവും. നമ്മുടെ വീടും പരിസരവും എല്ലാം ഒന്ന് ക്ലീനാക്കി നോമ്പിനെ വരവേൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ പണ്ട് മുതലേ ചെയ്തു വരുന്നത്. അതിൽ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഉണ്ടാവില്ലേ നമ്മുടെ ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മൈൻഡിലുള്ള ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് അതിനോട് ഇഷ്ടമാണ്. കാരണം നമ്മുടെ വീടും മനസ്സും വീട് എല്ലാം ഒന്ന് ഫ്രഷ് ആവുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടമാണ്. അടിച്ചു വാരൽ കഴിഞ്ഞിട്ട് വേഗം പോയി നമ്മുടെ കംഫർട്ട് ഡ്രസ്സായിട്ടുള്ള നെറ്റി അങ്ങ് എടുത്തിട്ടു കേട്ടോ. പിന്നെ വേഗം പോയിട്ട് ഇതാ അലക്കാനും കൂടെ ഒന്ന് നമ്മൾ ഇതിലോട്ടാക്കി എടുത്തിട്ടുണ്ട്. വാഷിംഗ് മെഷീനിലോട്ട് ഇട്ടു. ഞാനിപ്പോൾ ഈ ഒരു റോസിൻ്റെ ഒരു സംഭവമാണ് യൂസ് ചെയ്യുന്നത്. ഇത് കഞ്ചിക്കോട് നിന്ന് വാങ്ങിച്ചതാണ്. ഇത് കമ്പനിയാണോ എന്താണെന്നൊന്നും നമുക്കറിയില്ല. ഫ്രണ്ട് ലോഡാണ്. അപ്പോൾ അങ്ങനെ എടുത്തു. പിന്നെ ഇതാ വേഗം ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് തുണികൾ അവിടെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് കൊണ്ടുപോയി ഉള്ളിലും വെക്കണം. അപ്പം ഇന്നലത്തെ പഴഞ്ചൊല്ലി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചക്കരയും തേങ്ങയും ഇട്ടാൽ ചേമ്പിലയും തിന്നാം എന്നാണ് അത്ര പറയുക. നമുക്കതറിയില്ലായിരുന്നു കേട്ടോ. അത് ശരിയാ, ചേമ്പില ചൊറിച്ചിലുള്ള സംഭവമല്ലേ. അതിലോട്ട് തേങ്ങയും ശർക്കരയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സംഭവം കിടിലനായിരിക്കാം. പിന്നെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇന്നലെ ആട്ടി വെച്ച ദോശമാവാണ്. അതിലോട്ട് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഞാൻ പിന്നെ സോഡാപ്പൊടി കാര്യങ്ങളൊന്നും ഇടാറില്ല. ഉഴുന്ന് അത്യാവശ്യം ഇട്ടാൽ തന്നെ നമ്മുടെ മാവ് നല്ല പോലെ പൊങ്ങി വരും കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് പരത്തി എടുത്തു കഴിഞ്ഞാൽ സംഗതി സെറ്റാവും. അതിനുശേഷം നമുക്ക് നല്ല മോനിക്കിപ്പോൾ കഴിക്കാനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നല്ല ക്രിസ്പി ദോശയാണ് ഉണ്ടാവാറ്. പിന്നെ ഇന്നലത്തെ കറി ജസ്റ്റ് ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഇവിടെ ഒരു ഗ്യാസിൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. രാവിലെ 2-3 സ്റ്റൗ ഉണ്ടെങ്കിലും പണി തീരാത്ത ഒരവസ്ഥയായിരിക്കുമല്ലോ നമുക്ക്. പിന്നെ ചോറ് കൂട്ടാൻ ഉപ്പേരി ഇങ്ങനെയൊക്കെ വെക്കണവരുടെ കാര്യം പറയണ്ട. ഞാൻ പിന്നെ തട്ടിക്കൂട്ടി ഉള്ള സംഭവങ്ങളൊക്കെ അല്ലേ രാവിലെ ആക്കി കൊടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്കും കുറച്ചൊക്കെ പ്രയാസമുണ്ട്. എന്നാലും ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് പോകാം കേട്ടോ. അങ്ങനെ ദോശയൊക്കെ റെഡിയാക്കി. ഇപ്പുറത്ത് കറി റെഡി ആയിട്ടുണ്ട്. അത് ചെറിയൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് വേണം ഇനി അവിടെ കൊണ്ടുവയ്ക്കാൻ. അപ്പോൾ അയാൾക്ക് ഞാനിങ്ങനെ പ്ലേറ്റിൽ തന്നെ ഒഴിച്ചു കൊടുത്തു. പിന്നെ ചിക്കനും ഇതാ ഞാൻ ജസ്റ്റ് ഒന്ന് കൊത്തി ഉടച്ചു കേട്ടോ ചിക്കനെ. അതൊന്ന് നല്ലതായിട്ട് ഫ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതാ നല്ലപോലെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കറിയും ഒക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ iPhone 14 Pro Max നല്ല ക്ലാരിറ്റി ഉണ്ട്. ഓക്കെ ഉണ്ട് അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കത് യൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറേ പേര് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. വലിയ വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കമൻറ്റ്സ് ഒന്നും കണ്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നന്ദിയുണ്ട്. കമൻറ്റ് ഇട്ടവർക്ക് എല്ലാവർക്കും കേട്ടോ.
പിന്നെ ഒരുപാട് ജോലി ചെയ്യുന്നതല്ലേ, രാത്രി എന്തെങ്കിലുമൊക്കെ കുറച്ച് കഴിച്ചുകൂടെയെന്ന്. മുത്തേ കഴിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവാറുണ്ട്, പക്ഷെ കഴിച്ചാൽ എൻ്റെ അവസ്ഥ. പിന്നെ എനിക്ക് ഈ സാൻഡ്വിച്ച്, ബർഗർ ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു കൊതി പതുക്കെ വരും. അത് രാത്രിയാണെങ്കിലും ഞാൻ കഴിക്കട്ടോ. അതാണ് എൻ്റെ അവസ്ഥ. ഓക്കെ, ഞാൻ അവിടെ ഏതോ ഒരു വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടാണ് എൻ്റെ ജോബും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവനക്ക് കൊണ്ടുപോകാൻ തട്ടിൽ കുട്ടി ദോശയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. എന്നും രാത്രി കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ല പണി കിട്ടും. അതുകൊണ്ട് ഞാൻ രാത്രി ഒന്നും കഴിക്കുന്നില്ല. നോമ്പ് കഴിയുമ്പോഴേക്കും നമുക്കൊന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ എല്ലാം. അങ്ങനെ തട്ടിൽ കുട്ടി ദോശ റെഡിയാക്കി. പിന്നെ റിഹാൻക്ക് കഴിക്കാനുള്ള ദോശയും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ജീരകശാല റൈസ് ഏതാണ് യൂസ് ചെയ്യാറ് ചോദിക്കുന്നുണ്ട്. നമ്മളിവിടെ അന്ന് ഞാൻ റൈസിന്റെ വില പറഞ്ഞത് തെറ്റിപ്പോയിട്ടുണ്ട് എന്ന് ഉമ്മ പറഞ്ഞപ്പോഴാണ് എനിക്ക് അറിഞ്ഞത് കേട്ടോ. 150 രൂപന്റെ റൈസ് അരിയാണ് അത്ര. അത് ഞാൻ വെറും 80 എന്നാട്ടോ പറഞ്ഞു. ഞാൻ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പഠിക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ? ഉണ്ടോ? രാവിലെ ഇരുന്ന് ഗെയിം കളിക്കണ കണ്ടില്ല. കടിച്ചിട്ട് ഇപ്പൊ എന്തെങ്ങനെ പറയണേ? പറയടാ പറയടാ. ഡേഞ്ചറാ, പൊട്ടിത്തെറിക്കും. 3.5 കിലോ ഉണ്ട്. കൊണ്ട് എത്ര കുറയ്ക്കാൻ പറ്റും നോക്കട്ടെ. 1.5 കിലോ എങ്കിലും കുറയ്ക്കാൻ പറ്റും. എന്നിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട് കമന്റ്, ഡ്രസ് ഇട്ടോ, ഡ്രസ് ഇട്ടോ. ബാക്കിൽ അപ്പം അത് വന്നിട്ട് 150 രൂപയുടെ അരിയാണ് അത്ര. അതെനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ, സോറി. 80 രൂപേൻ്റെ അല്ല, 80 രൂപ നമ്മൾ പൊന്നിയ റൈസ് ആണെന്നാണ് ഉമ്മ പറഞ്ഞത്. പലതിൻ്റെ വില എനിക്കിപ്പോഴും അറിയില്ല കേട്ടോ. ഉമ്മ വിളിക്കുമ്പോഴാണ് ഞാൻ ചില സമയത്ത് കോഴിക്ക് വില കൂടിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് അറിയാൻ പറ്റുന്നത് കേട്ടോ. മറ്റേ നമുക്കെല്ലാം വാങ്ങിച്ച് തരും, ഞാൻ കുക്ക് ചെയ്യും. അങ്ങനെയാണ്. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളിൽ ഒന്നും വില കാര്യങ്ങളൊന്നും അറിയേണ്ടി വന്നിട്ടില്ല. ചിലപ്പോൾ അതെൻ്റെ ഒരു ഇതായിരിക്കാം മേ ബി. അപ്പോൾ ഞാൻ വേഗം നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. കുട്ടികൾ പോയി ദോശ ഉണ്ടാക്കണം. പിന്നെ കുറച്ച് തണ്ണിമത്തനും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിന്ന് തണ്ണിമത്തനും റോബസ്റ്റും കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു പാത്രത്തിൽ ഉമ്മാക്കും ഉപ്പാക്കും ഉള്ളതും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി കറി ചൂടാക്കി അതിൻ്റെ ഇടയിൽ മുളക് ചട്നിയും കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. ചട്നി ഒന്നും അരക്കണില്ല, ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് എന്തായാലും കറിയും കാര്യങ്ങളൊക്കെ വെക്കണം. അപ്പം ഞാൻ എല്ലാ നേരത്തും തേങ്ങ എടുക്കാറില്ല. ഒരു നേരം നന്നായിട്ട് ലാവിഷാക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ ബാക്കി 2 നേരം ഞാൻ തേങ്ങ എടുക്കാറില്ല കേട്ടോ. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് എന്തായാലും ഒരു തേങ്ങ വേണ്ടി വരും. ഒരു ഉപ്പേരിയും 2 വക ഉപ്പേരിയും കറിയും വെക്കണമെങ്കിൽ നമുക്ക് ഒരു തേങ്ങ എന്തായാലും വേണ്ടി വരും. അപ്പോൾ പിന്നെ രാവിലെയും കൂടി എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇത്രയും തേങ്ങയും കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡിയിലേക്കും കൂടെ പോവല്ലേ എന്നും കൂടെയാണ് കേട്ടോ ഞാൻ അങ്ങനെ തിങ്ക് ചെയ്തത്. അപ്പോൾ മുളക് ചട്നി റെഡിയായി. അതിലോട്ട് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ദോശ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഉമ്മാക്കും ഉപ്പാക്കുള്ള ദോശയൊക്കെ ചുട്ട് അവരൊക്കെ വരുമ്പോഴത്തേക്ക് ഞാനും ഇരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. ജിമ്മിൽ പോയി വന്നിട്ട് ഞാനൊന്നും കഴിക്കാറില്ല. ഈ പല റീൽസ് നമ്മൾ കാണൂലേ, ജിമ്മിൽ പോയി വന്നതും നിങ്ങൾക്കൊരു പണി ഉണ്ടാവില്ല അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള റീൽസുകൾ കണ്ടിട്ടില്ലേ? അത് നമുക്ക് നേരെ ഉൾട്ടിയാണ് കേട്ടോ. നമുക്ക് കുറേ പണികളുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കാനിരിക്കുക. ഇപ്പോൾ നമുക്ക് യാതൊരു കമ്മിറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ജിമ്മിൽ പോയി വന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്ത് ബോഡിയൊക്കെ വാഷ് ചെയ്ത് അവർ നല്ല പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള റിച്ച് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ സെറ്റായിട്ട് പോകുന്ന ആൾക്കാരും ഉണ്ടാവും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെയല്ല കേട്ടോ. നമുക്ക് വന്നതും കുറേ കാര്യങ്ങൾ
ചെയ്യാനുണ്ടാവും. പിന്നെ കുട്ടികളുടെ സ്കൂള് അത് ഇത് അങ്ങനെ അവരുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ആക്കി കൊടുത്ത് അവർ പോയ ശേഷം ഉമ്മാക്കും ഉപ്പാക്കും ഞാനൊക്കെ ഇരുന്ന് കഴിക്കും. ഒരു 9:30 ആകുമ്പോഴത്തേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ പണി കഴിഞ്ഞു കിട്ടും, ചായ അടക്കം. അവർ പോയതും കഴിക്കാനിരുന്നാൽ അല്ല, അവർ പോയത് ഞാൻ അടിച്ചു വാരാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മുടെ ചായ കുടി കഴിയുമ്പോഴേക്കും 10 മണിയാവും കേട്ടോ. പിന്നെ വീക്കും വന്നിട്ട് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ കുറച്ച് സ്പീഡിലാണ് തോന്നുന്നു അല്ലെ കാര്യങ്ങളൊക്കെ പറയണേ, എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. പിന്നെ ഉമ്മ ഉപ്പ എവിടെ പോയി ചോദിക്കുന്നുണ്ട്. ഉമ്മ ഉപ്പയൊക്കെ എന്നുണ്ട് എപ്പോഴും വ്ളോഗിൽ കാണണ്ടെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കാണിക്കാത്തത്. ഇനിയിപ്പോൾ നോമ്പൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഒരുപാടൊന്നും കാണിക്കില്ല. അന്ന് ആ സമയത്ത് നമ്മൾ തന്നെ ഒരുപാട് ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നോമ്പൊക്കെ കഴിഞ്ഞ് പെരുന്നാൾ സമയത്ത് ഞാൻ നമ്മുടെ വ്ളോഗിൽ ഫേസൊക്കെ കാണിക്കാം, മറ്റേ നോമ്പിൻ്റെ ഇടയിൽ കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോഴും ഞാനത് കുറച്ച് കമ്മിയാക്കി കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതല്ലേ നല്ലത്, എപ്പോഴും നമ്മുടെ മുഖം കാണിച്ചിട്ടുള്ളത് ചെയ്യണമെന്നില്ലല്ലോ. പിന്നെ നമ്മുടെ ചിക്കൻ രസം കണ്ടിട്ട് കൊത്തിയായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ശരിക്കും അത് ഉണ്ടാക്കി നോക്കേണ്ട ഐറ്റം തന്നെയാണ്, മസ്റ്റ് ട്രൈ ആണ്. ഒത്തിരി പുളി ഒഴിക്കാണ്ടിരുന്നാൽ മാത്രം മതിയിട്ട്. പിന്നെ എന്താണ് വർത്തമാനം ജിനി? ഞാനിപ്പോൾ നാട്ടിലുണ്ട്. ഓക്കെ, നല്ല വർത്താനായിട്ട് ഇരിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഫാമിലിയോട് എൻ്റെ അന്വേഷണം പറയണം. അങ്ങനെ ഇതാ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി അടുക്കളയിൽ നിന്ന് അങ്ങ് പോയി. ഈ ഒരു ദിവസം ഞാൻ ഇരുന്നില്ല കേട്ടോ. ചില സമയത്ത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ ചുമ്മാ ഇങ്ങനെ ഫോണൊക്കെ നോക്കി റീലൊക്കെ നോക്കി ചിലപ്പോൾ എഡിറ്റൊക്കെ ചെയ്ത് വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് 11 മണിക്കൂർ ഷടപടാന്ന് പറഞ്ഞിട്ടൊരു ഓട്ടമുണ്ട് കേട്ടോ. അയ്യോ ഇനി ഇതൊക്കെ തീർക്കണ്ടേ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ 10:30 ആകുമ്പോഴത്തേനും പണി തീരേണ്ട കാര്യങ്ങളേ ഉള്ളൂ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇപ്രാവശ്യം വേഗം ഇരിക്കാണ്ട് കുട്ടികളുടെ റൂമിലത്തെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചിടാൻ വേണ്ടിയിട്ട് പോയി. ഒക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് വിരിച്ചിട്ട് ഒത്തിരി പില്ലോ വേണം, 6 പില്ലോ വേണം, 2 ഉരുളൻ പില്ലോയും വേണം. ഇതൊക്കെ എന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ ഞാൻ പിന്നെ അതൊക്കെ വെച്ച് കൊടുക്കും അവർ വേണമെന്ന് പറയുമ്പോൾ കേട്ടോ. പിന്നെ ഇതാ റിഹാന്റെ എന്താ പറയാ ബെഡും ഒക്കെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നനച്ചൂലി കഴിഞ്ഞ് കിട്ടുമ്പോഴത്തേനും ഒരു ഗതിയാകുമല്ലോ എൻ്റെ പടച്ചോനെ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ നിങ്ങളൊക്കെ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാറുണ്ട്. ഒരു സ്റ്റാർട്ടിങ് ട്രിപ്പിലാണ്, തുടങ്ങിക്കഴിഞ്ഞാൽ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലേ. പിന്നെ വേറെന്താ സംസാരിക്കാൻ, നിങ്ങളതിന് പറയൂ. ഞാൻ ആകെ പെട്ടിരിക്കുകയാണ്. എൻ്റെ കുക്കറിന്റെ ഇത് ചെയ്യുക, അത് ഞാനൊക്കെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇനിയിപ്പോ നമുക്കിതാ ഇവിടേക്ക് ഒന്ന് തട്ടിക്കൊട്ടി അടിച്ചു വാരി ഹാളൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കണം. കുട്ടികളുടെ റൂമൊക്കെ ഒന്ന് അടിച്ചു വാരി എടുത്തിട്ട് ലഞ്ചായിട്ട് ഇന്നിപ്പോ ഞാൻ നമ്മുടെ മൺപയർ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമ്മുടെ പാലക്കാടൻ സ്പെഷ്യൽ ഒരു പുളി ഉണ്ട് കേട്ടോ, അതുണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പണികളൊക്കെ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത് കേട്ടോ. അപ്പോൾ കുതിർത്തിയ നമ്മുടെ പയർ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഇത് രണ്ടും കൂടെ ഉപ്പേരിയാക്കി കറിയും ആക്കാമെന്ന് വിചാരിച്ചു. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഉപ്പിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുത്തു. ശരിക്കും പറഞ്ഞാൽ ഒറ്റ വീസിൽ കുക്കറിലാക്കിയാൽ മതിയായിരുന്നു. കാരണം ഇത് ഞാൻ വെള്ളത്തിലിട്ടപ്പോൾ ഒരുപാട് ബാക്കി വന്നപ്പോൾ ഫ്രീസ് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. ഫ്രീസ് ചെയ്തപ്പോൾ ഇതിന്റെ വേവിന് എന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. കറിയിൽ വെന്തിട്ടുണ്ടായിരുന്നു, ഉപ്പേരിയിൽ കുറച്ച് വേവ് കുറവായിരുന്നു. അങ്ങനെ അടച്ചു വെച്ചിട്ട് നമ്മൾ ഇതൊന്ന് വേവട്ടെ. പക്ഷെ ഇത് തിളച്ച് വന്നപ്പോൾ കണ്ടോ ഒരു അതെന്താണ് ഈ പദം എന്താണെന്നുള്ളതൊന്ന് കമന്റ് ചെയ്യണേ. എനിക്ക് ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ വരുന്നത്. അപ്പൊ ഞാൻ ആ പതിനൊക്കെ മാക്സിമം എടുത്ത് മാറ്റി പിന്നെ ഒന്ന് ഇളക്കി നോക്കിയപ്പോൾ അത് കമ്മിയായി വരുന്നുണ്ട്. അപ്പുറത്ത് ഞാൻ എഗ്ഗ് പുഴുങ്ങാൻ വേണ്ടി വെച്ചു. കുക്കറിൽ ഞാൻ ചോറ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്ന് വെന്തപ്പോൾ പകുതി അങ്ങ് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഉപ്പേരിക്കാക്കാന്ന് വിചാരിച്ചിട്ട്. ബാക്കിയിൽ ഞാൻ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്, മുളക് പൊടി 1 സ്പൂൺ ചേർത്തി കൊടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി 2 സ്പൂൺ ചേർത്തി കൊടുത്തിട്ടുണ്ട്, ഉപ്പ് 1 സ്പൂണ്, പിന്നെ തക്കാളി 1.5 തക്കാളിയും പച്ചമുളകും അതുപോലെ വെളുത്തുള്ളിയും ചെറിയുള്ളിയും എല്ലാം കൂടെ ഇതുപോലെ കട്ട് ചെയ്തതും ചേർത്തി കൊടുത്തിട്ട് ഇത് അടച്ചു വെക്കുന്നുണ്ട്. പച്ചമാങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്തി കൊടുക്കാം കേട്ടോ. ഇപ്പുറത്ത് ഞാൻ പയറും അതുപോലെ വലിയുള്ളി, പച്ചമുളക്, നമ്മുടെ കൊത്തവര എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് അങ്ങോട്ട് ഇത് വേവിക്കാൻ വേണ്ടി ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ആവും. പിന്നെ തേങ്ങ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉപ്പേരി റെഡി കേട്ടോ. ഇപ്പുറത്തെ കറിക്ക് ഇത് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതിലോട്ട് 1 സ്പൂൺ പുളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്, ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ടാണ്. കടുകും ചെറിയ ജീരകവും ചെറിയുള്ളിയും
ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുള്ള താളിപ്പാണ് ഇതിലോട്ട്. അപ്പൊ ഉപ്പേരിക്കും ഇതിനും കൂടെ ഒരുമിച്ച് അങ്ങ് താളിച്ച് വെച്ചതിന് ഞാൻ പകുതി എടുത്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തു. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ പണികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ആയി കിട്ടുമല്ലോ. പിന്നെ അങ്ങനെ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു.